നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുവാണെങ്കിൽ ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത്ലറ്റിക് ആണെങ്കിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ബീങ് എ ബാർസലോണ ഫാൻസ്, നെക്സ്റ്റ് സീസൺ നമുക്ക് വറിയിങ് ആയ ടൈമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബയൺ മ്യൂണിക്കിലോട്ട് ഈ ജാനുവരിയിൽ നീങ്ങാനായിട്ട് റൊണാൾഡോ അറൗഹോ റെഡി ആയിരുന്നു എന്നാണ്. കാരണം അദ്ദേഹത്തിന് നീങ്ങണമെന്നുള്ള പുഷ് ചെയ്യുകയോ വാശി പിടിക്കുകയോ ചെയ്തതല്ല. കാരണം ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമാണ്. ക്ലബിനെ സഹായിക്കാനായിട്ട് മേ ബി താനാണെങ്കിൽ തടസ്സം നിൽക്കത്തുള്ളൂ, വേണ്ടി വന്നാൽ നീങ്ങാൻ താൻ റെഡി ആണെന്ന് ക്ലബിനെ അറോഹോ അറിയിച്ചതായിട്ടാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ബാർസലോണയുടെ സിറ്റുവേഷൻ ഒരല്പം പരിതാപകരമാണെന്ന് പ്ലേയേഴ്സിന് അറിയാം. അത്ലറ്റിക്കിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നെക്സ്റ്റ് സീസൺ 2024-25 സീസണിൽ നമുക്ക് ബുക്സിൽ നിന്നും ധാരാളം വേജസ് റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ 100 മില്യൻ്റെയോളം ഷോർട്ടേജസുകൾ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സീസൺ പല സൈനിങ്സുകളും നടത്താനായിട്ടും പറ്റത്തുള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയാനായിട്ടാണെങ്കിൽ, ബാർസലോണയുടെ അത്ലറ്റിക്കിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ലിബറോയുടെ കയ്യിൽ നിന്നും കിട്ടേണ്ട 40 മില്യണോളം വന്നിട്ടില്ല. അതാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വരും എന്നുള്ള ഒരു ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടാണ് ലലീഗ നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ അംഗീകരിച്ചിരുന്നത്. കൂടാതെ നമ്മുടെ ബാർസോ സ്റ്റുഡിയോസിന്റെ സെയിലിൽ നിന്നും മറ്റുമൊക്കെ കിട്ടേണ്ട ഒരു 60 മില്യന്റെ നെക്സ്റ്റ് പേയ്മെന്റ് രണ്ട് കമ്പനീസിന്റെ കയ്യിൽ നിന്ന്, ആ കമ്പനീസിന്റെ പേര് ഞാൻ വിട്ടു, രണ്ട് കമ്പനീസിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട 30 മില്യൺ വെച്ച് 60 മില്യൺ അവിടെ നിന്നും ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ വരാനായിട്ടുണ്ട്. ബിഫോർ ജൂൺ 30 ആ ഒരു ടാക്സ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഇയറിനെ. ജൂൺ 30 മുമ്പ് കിട്ടണം അത്. അതിനാൽ തന്നെ ഈ 40 മില്യൺ ലിബറോടെയും പിന്നെ ആ 60 മില്യനും വന്ന് 100 മില്യന്റെ ആ ഒരു സ്ട്രക്ചർ അതാണെങ്കിൽ ഓൾറെഡി ഈ വർഷത്തെ ലലീഗയുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 100 മില്യൺ കിട്ടുമെന്നൊരു ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ പല വേജ് ബിൽസും ഈ സീസൺ തുടക്കത്തിൽ അപ്രൂവ് ചെയ്തത്. ആ 100 മില്യൺ വന്ന് ലലീഗയുടെ ജൂൺ 30 മുമ്പ് ആ 100 മില്യന്റെ റിപ്പോർട്ടുകൾ കാണിച്ച് 100 മില്യൺ റേസ് ചെയ്തെന്ന് അംഗീകരിച്ച് സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സീസണിൽ ഈ 100 മില്യന്റെ ഷോർട്ടേജ് വരും, അതിന്റെ ഫൈൻ വരും, ലലീഗയുടെ FFPയുടെ മറ്റ് റെഗുലേഷൻസ് വരും. അതിനകത്ത് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും സിറ്റുവേഷൻ. ആ 100 മില്യൺ റേസ് ചെയ്താൽ മാത്രമേ നമുക്കാണെങ്കിൽ നെക്സ്റ്റ് സീസണിലോട്ട് മേ ബി ട്രാൻസ്ഫേഴ്സിന്റെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഥവാ ഈ 100 മില്യൺ നമ്മൾ റേസ് ചെയ്താലും ആ 100 മില്യൺ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് ഇത് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ റേസ് ചെയ്യുന്ന ഓരോ മണിയുടെയും 50% അടുത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ 100 മില്യൺ നമ്മൾ റേസ് ചെയ്തതിന്റെ സോഴ്സ് കാണിച്ചതിന് ശേഷം അഥവാ റേസ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ €1 റേസ് ചെയ്താൽ, €2 റേസ് ചെയ്താൽ അതിൽ €1 നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് റഫീനാനെ വിറ്റു, 70 മില്യൺ റേസ് ചെയ്തു, അതിൽ നിന്ന് 35 to 30 മില്യനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ബാർസലോണ എന്നാണ് അവർ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നെക്സ്റ്റ് സീസൺ 2 or 3 ബിഗ് പ്ലേയേഴ്സിനെ വിൽക്കേണ്ടി വരും. അറോഹോന്റെ സെയിലിലൂടെ മാത്രം നമുക്ക് ബുക്സ് ബാലൻസ് ചെയ്യാനായിട്ടോ കൂടാതെ നമ്മുടെ വേജ് ബില്ല് റെഡ്യൂസ് ചെയ്യാനായിട്ടോ പറ്റത്തില്ല എന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. മിനിമം ഒരു 3 പ്ലേയേഴ്സിനായാലും ബാർസലോണയ്ക്ക് കറന്റ് സിറ്റുവേഷനിൽ സെല് ചെയ്യേണ്ടി വരും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലിബറോയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ജർമ്മൻ കമ്പനിയുടെ 40 മില്യൺ ഇതുവരെ വന്നില്ല. അത് കിട്ടേണ്ടതാണ്, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. അത് വരാത്തതിന്റെ മെയിൻ കാരണമായിട്ട് പറയുന്നത്, ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്ന ന്യൂയോർക്കിൽ മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബാർസ സ്റ്റുഡിയോസിന്റെ എന്തോ ഒരു സംഭവം, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ റിപ്പോർട്ടുകൾ നോക്കിയതിന് ശേഷം പറയാനേ പറ്റത്തുള്ളൂ. സംഭവം ബേസിക്കലി പറയുന്നത്, ഇവർ വാല്യൂ ചെയ്തത് ആ സ്റ്റുഡിയോസിൽ നിന്ന് വാല്യൂ ചെയ്തത് ഒരു 1 ബില്യൺ, മിനിമം ഒരു $800 മില്യൺ to $1 ബില്യൺ വരെ ആ ഒരു ബാർസ സ്റ്റുഡിയോസിനെ ന്യൂയോർക്കിലെ മറ്റുമൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിൽ നിന്ന് റേസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അഥവാ വാല്യുവേഷൻ ചെയ്ത് റേസ് ചെയ്യാന്നല്ല, ആ 1 ബില്യൺ വാല്യുവേഷൻ ആണ് അവർ വെച്ചിരുന്നത്. പക്ഷേ ഈ വാല്യൂ ചെയ്യുന്നതിന്റെ പകുതി പോലും വരാനായിട്ട് സാധ്യതയില്ലെന്നും ഓവർ വാല്യുവേഷൻ ആണെന്നും അതിനകത്ത് തന്നെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊക്കെ സെക്യൂരിറ്റി എക്സ്ചേഞ്ചിലൊക്കെ എന്തൊക്കെയോ ഇതൊക്കെ വന്നെന്നും അതിനകത്ത് തന്നെ ഈ വാല്യുവേഷൻ, അതായത് ബാർസ സ്റ്റുഡിയോസിൽ നിന്ന് ഇവർ ഉദ്ദേശിക്കുന്ന വാല്യുവേഷൻ കിട്ടത്തില്ല. അതിനാൽ ഈ 40 മില്യന്റെ പേയ്മെന്റ് ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ബാർസലോണയ്ക്ക് ആ 40 മില്യൺ കിട്ടേണ്ടതാണ്, അത് ഇതുവരെ വന്നിട്ടില്ല. ബാർസലോണ ലീഗൽ ആക്ഷൻ എടുക്കും. ബാർസലോണ അതിനെ ബേസ് ചെയ്ത് മേ ബി നെക്സ്റ്റ് സീസൺസിനും കുറച്ച് റേസ് ചെയ്യാന്നുള്ള ഇതിലൊക്കെ ആയിരുന്നു. പക്ഷെ ആ ബാർസ സ്റ്റുഡിയോസിന്റെ വാല്യുവേഷൻ ന്യൂയോർക്കിൽ മറ്റുമൊക്കെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. അതിന്റെ വാല്യുവേഷൻ ഈസ് ഓവർ വാല്യൂഡ്. അതിനകത്ത് തന്നെ പല ഇൻവെസ്റ്റേഴ്സും പിന്മാറുകയാണ്. നെക്സ്റ്റ് സീസൺ അതിൽ നിന്ന് റേസ് ചെയ്യാവുന്ന വരുമാനത്തിന്റെ കാര്യങ്ങള് കട്ടപ്പോകയാണ്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, എക്കണോമിക് ലീവേഴ്സിന്റെ കാര്യത്തിൽ ലലീഗ പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അതായത് എക്കണോമിക് ലീവേഴ്സ് വഴി ബാർസലോണ എത്ര എമൗണ്ട് റേസ് ചെയ്താലും അത് നമ്മൾ സീസണിൽ എക്കണോമിക്കലി നമ്മൾ എന്തുമാത്രം റേസ് ചെയ്തോ അതിന്റെ 5% എക്കണോമിക് ലീവേഴ്സിൽ നിന്നും
സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഈവൻ എക്കണോമിക് ലിവേഴ്സിൽ നിന്ന് നമ്മൾ 100 മില്യൺ റേസ് ചെയ്താൽ നമ്മുടെ സീസണിലെ ഫുൾ റവന്യൂ എത്രയാണെന്ന് ഉദാഹരണം പറയുന്നത് ബാർസലോണയുടെ ഈ സീസണിലെ റവന്യൂ 500 മില്യൺ ആണെന്ന് ഓർത്തു, ഒരു ഉദാഹരണം പറയാണ്. സോ അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിന്റെ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലാവുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ഞാൻ പിന്നീട് ക്ലാരിഫൈ ചെയ്യാം. ബട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അത്ലറ്റിക് റിപ്പോർട്ടിൽ നിന്ന് തോന്നുന്ന ഇതാണ്, 500 മില്യൺ ബാർസലോണയുടെ ഈ സീസണിലെ റവന്യൂ. നെക്സ്റ്റ് സീസൺ നമ്മൾ 100 മില്യൺ എക്കണോമിക് ലീവേഴ്സിൽ നിന്ന് റേസ് ചെയ്തെന്ന് ഓർത്തു. സോ ആ എക്കണോമിക് ലീവേഴ്സിൽ നിന്ന് നമുക്ക് റവന്യൂവിന്റെ 5% മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ട്രാൻസ്ഫേഴ്സിനും വേജസിലും ഒക്കെ. അതായത് ഈ 500 മില്യൺ നമ്മുടെ റവന്യൂ ആണ്. 500 മില്യന്റെ 5% എന്ന് പറയുമ്പോൾ 25 മില്യൺ. ആ 25 മില്യൺ മാത്രമേ എക്കണോമിക് ലീവേഴ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫേഴ്സിലും വേജസിലും മറ്റുമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി വേറെ കാര്യങ്ങളിലോട്ട് കൊണ്ടുവരും. സോ അങ്ങനെ ഒരു റെഗുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലലീഗ കൊണ്ടുവന്നതായിട്ട് റിപ്പോർട്ട് അത്ലറ്റിക് പറയുന്നുണ്ട്. സോ അതും ബാർസലോണയെ ബാധിക്കും. പിന്നെ ലീവേഴ്സ് പുൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കട്ടപ്പൊക്കെയാണ്, കാരണം അധികം ലീവേഴ്സ് ഇല്ല ഇനി നമുക്ക് പുൾ ഓഫ് ചെയ്യാനായിട്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ 2 or 3 സെയിൽസ് നടത്തേണ്ടി വരുമെന്നുള്ള ഇതിൽ തന്നെയാണ് അത്ലറ്റിക് പറയുന്നത്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മുടെ വേജ് ബില്ലിന്റെ കാര്യമാണ്. സോ അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വേജ് ബില്ല് 494 മില്യൺ യൂറോസ് ആണെന്നാണ് പറയുന്നത്, പ്ലെയർ അമോർട്ടൈസേഷനിലും വേജസിലും ഒക്കെ ആയിട്ട്. പക്ഷെ അതും ഓവറാണ്, ലലീഗ അലോ ചെയ്തതിനേക്കാളും വമ്പൻ കൂടുതലാണ്. സോ അതിനകത്ത് തന്നെ നെക്സ്റ്റ് സീസൺ 200 മില്യണോളം നമ്മൾ വേജസിലും മറ്റും കോസ്റ്റിലും മറ്റും ഒക്കെ കട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് അത്ലറ്റിക്കിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ അവിടെയും മറ്റൊരു അടി വരികയാണ്. അതിന്റെ മെയിൻ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ സീസണിലെ റവന്യൂ ശരിക്കും ഡ്രോപ്പ് ആവും. നമുക്ക് ലലീഗ അടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കോപ്പ ഡെൽ റേ പോയി, സൂപ്പർ കോപ്പ പോയി. സോ ചാമ്പ്യൻസ് ലീഗിൽ മേ ബി നമ്മൾ ലേറ്റർ സ്റ്റേജസിലോട്ട് കടക്കുക അല്ലെങ്കിൽ കപ്പ് അടിക്കുകയോ ചെയ്തില്ലെങ്കിൽ സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശമാവത്തേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ലാസ്റ്റ് സീസണിന്റെ എത്ര പോലും റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇത് സ്റ്റേഡിയത്തിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ്. സ്പോൺസർഷിപ്പും സ്റ്റേഡിയം സ്പോൺസർഷിപ്സിലൂടെ അറ്റൻഡൻസിലൂടെ മറ്റുമൊക്കെ കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. അറിയാമല്ലോ, നമ്മൾ സ്റ്റേഡിയം മാറ്റി നമ്മുടെ ന്യൂ ക്യാമ്പിൽ നിന്ന് മാറിയാണ് നമ്മളിപ്പം കളിക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെതായ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ കോമ്പറ്റീഷൻസിലൊന്നും ഈ സീസൺ മിക്കവാറും ട്രോഫിലെസ്. എല്ലാം കൂടെ ആകുമ്പോഴേക്കും ബാർസലോണയ്ക്ക് എക്കണോമിക്കലി ലാസ്റ്റ് സീസണിൽ അത്ര റേസ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. കൂടെ ഈ 100 മില്യൺ, ഈ 100 മില്യൺ, ആദ്യം പറഞ്ഞ 100 മില്യൺ ഓൾറെഡി ഈ വർഷത്തെ അക്കൗണ്ട്സിൽ ലലീഗ അപ്രൂവ് ചെയ്തിട്ടുണ്ട് കിട്ടിയെന്നുള്ള രീതി. അഥവാ ഈ സീസണിന്റെ ഇടയ്ക്ക് എപ്പോഴേലും റേസ് ചെയ്ത് ഇത് ചെയ്യുമെന്നുള്ള രീതിയിൽ ബാർസലോണ ലലീഗ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ആ 100 മില്യൺ റേസ് ചെയ്ത് ജൂൺ 30 മുമ്പ് അത് പേയ്മെന്റ് കാണിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ബാഡ് ഫോർ ബാർസലോണ. അത് കാണിച്ചതിന് ശേഷം മാത്രമേ പിന്നെ കിട്ടുന്ന എമൗണ്ട്സിന്റെ ലോട്ടൊക്കെ നമുക്ക് ട്രാൻസ്ഫേഴ്സിലൊക്കെ വരാൻ പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് കോച്ച് ആരാണെങ്കിലും നല്ല അടിയാണ്. പിന്നെ കോച്ചസിന് വേജസ് കൊടുക്കുന്നതിൽ നമുക്ക് നല്ല ലിമിറ്റേഷൻ കാണും. സോ ക്ലോപ്പിന്റെ കാര്യമൊക്കെ മറന്നതിന് എനിക്ക് തോന്നുന്നില്ല ഇനി നടക്കുന്നു, കാരണം ഈ വേജസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം. പിന്നെ അടുത്ത ഒരു സീരിയസ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇനീഗോ മാർട്ടിനസിന്റെ വിക്ടർ റോക്കിന്റെ കാര്യമാണ്. എസ്പെഷ്യലി വിക്ടർ റോക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്യാവിയുടെ ഇഞ്ചറി വന്നതിനാൽ തന്നെ ഗ്യാവിനെ തൽക്കാലം രജിസ്ട്രേഷനിൽ നിന്ന് മാറ്റിയത് അങ്ങോട്ടാണ്, ആ ഒരു ഇഞ്ചറിയുടെ ഇതിലോട്ടാണ് വിക്ടർ റോക്കിനെ നമ്മൾ കയറ്റിയിരിക്കുന്നത്. സോ ജൂൺ 30 ആകുമ്പോഴേക്കും വിക്ടർ റോക്കിന്റെ രജിസ്ട്രേഷൻ പോകും. അതുപോലെ തന്നെയാണ് ഇനീഗോ മാർട്ടിനസിന്റെ ഈ സീസൺ ഈ വർഷം ജൂൺ 30 ആകുമ്പോൾ അതും പോകും. സോ ടെക്നിക്കലി അവർ രണ്ടുപേരും ഫ്രീ ഏജൻസ് ആണ്. ജൂൺ 30 ആകുമ്പോൾ ടെക്നിക്കലി അവർ രണ്ടുപേരും ഫ്രീ ഏജൻസ് ആവും. സോ ബാർസലോണയ്ക്ക് എങ്ങനെയും ഫണ്ട്സ് റേസ് ചെയ്ത്, കാരണം ഗ്യാവി ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ നെക്സ്റ്റ് സീസൺ ഗ്യാവിനെ രജിസ്റ്റർ ചെയ്യണം. ഗ്യാവിയുടെ താൽക്കാലിക ഒഴിവിലേക്കാണ് വിക്ടർ റോക്കിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ അവിടേക്ക് ബൈ ജൂൺ 30 വീണ്ടും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് വിക്ടർ റോക്കിനെ നമുക്ക് പ്രോപ്പർലി രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾ ഫ്രീ ഏജന്റ് ആണ്. ആൾക്ക് വേറെ ഏത് ക്ലബ്ബോട്ടോ വേണ്ട അതിന് ശേഷം ടോക്ക് നടത്തി മൂവ് ആക്കാം. സെയിം ഫോർ ഇനീഗോ മാർട്ടിനസ്. പക്ഷെ ബാർസലോണ 2 പ്ലേയേഴ്സിനും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഫോർ ദാറ്റ് ടു ഹാപ്പൻ ഈ 100 മില്യൺ നമ്മൾ എത്രയും പെട്ടെന്ന് റേസ് ചെയ്താൽ മാത്രമേ, ബിഫോർ ജൂൺ 30 റേസ് ചെയ്ത് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോലും കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ ലിവേറോയ്ക്കെതിരെ ബാർസലോണ കേസ് കൊടുത്തിട്ടുണ്ട്. 40 മില്യൺ എത്രയും പെട്ടെന്ന് റേസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അറ്റ് ദിസ് മൊമെന്റ് ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് എന്നാണ് കേൾക്കുന്ന വാർത്തകൾ. സോ ബാർസലോണയുടെ സിറ്റുവേഷൻ അല്പം ഇതാണ്. സോ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹൈ ഏണിംഗ് പ്ലേയേഴ്സ് ആയ ലെവൻഡോസ്കി, ഫ്രാങ്കി ഡിയോങ് ഇവരൊക്കെ മേ ബി മാർക്കറ്റിൽ അവൈലബിൾ ആയേക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് സോഴ്സസിൽ നിന്ന് റിപ്പോർട്ടുകൾ, അതായത് ന്യൂസുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അത്ലറ്റിക്കിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അത്ലറ്റിക് നമുക്കറിയാം നല്ല റിലയബിൾ ആയ സോഴ്സുകളാണ്. സോ മേ ബി നെക്സ്റ്റ് സമ്മർ നമ്മൾ ബാർസലോണയിൽ നിന്നും മേ ബി അറോഹോ പോകാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈലി തോന്നുന്നുണ്ട് ഇപ്പം ഈ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ. പിന്നെ ഫ്രാങ്കി ഡിയോങ് ആൻഡ് ലെവൻഡോസ്കി ഡെഫിനറ്റ്ലി, ഫ്രാങ്കി ഡിയോങ്ങിന്റെ കാര്യം അറിയത്തില്ല, ബട്ട് ലെവൻഡോസ്കി നമുക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് പ്രൈസ് കിട്ടാണ് ഡെഫിനറ്റ്ലി ബാർസലോണ സെല് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് മേ ബി പറയാൻ പറ്റത്തില്ല ഫ്രാങ്കി ഡിയോങ്ങിന്റെ കാര്യം. നമ്മുടെ സിറ്റുവേഷൻ അല്പം വൾണറബിൾ ആണ് ആസ് പെർ ദ റിപ്പോർട്ട്സ്. നമുക്ക് നോക്കാം എന്താവും കാര്യങ്ങളെന്ന്. കൂടാതെ ലെപ്പോട്ടയും ജക്കോയും വളരെ വറീഡ് ആണെന്നും അവർ പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലപ്പോട്ടയൊക്കെ പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്ത് 20 മില്യണോളം ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട് ഈ സീസൺ. അങ്ങനെയാണ് നമ്മൾ ഫ്രീ ഏജൻസിനെ
നമുക്ക് ഓർമ്മയുണ്ടല്ലോ സീസണിന്റെ തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്ത ലപ്പോർട്ട് 20 മില്യന്റെ ഗ്യാരണ്ടി, പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്ത് ലപ്പോർട്ടയും മാനേജ്മെന്റിന്റെ 2-3 ആൾക്കാരും കൂടെ ചേർന്ന് പേഴ്സണൽ ഗ്യാരണ്ടി ത്രൂ റേസ് ചെയ്തിരുന്നു. അതൊക്കെ സത്യം പറഞ്ഞ അടിയാണ്. മേ ബി ഇനിയും റേസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ലീവേഴ്സിന്റെ കാര്യത്തിൽ 5% എത്രയാണോ ഏണിങ്സ് അതിന്റെ 5% സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ള റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ആക്ടിവിറ്റി ഉള്ള ലീവേഴ്സും കുറവാണ്. കൂടാതെ നമ്മുടെ ബാർസ സ്റ്റുഡിയോസിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത വാലുവേഷനിൽ പോകുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് ആർ അൺവില്ലിങ്. സോ ആകെപ്പാടെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലാണ് ബാർസലോണ. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മേ ബി കമ്മിങ് ഡേയ്സ് ഞാൻ കൂടുതൽ പറയാം.